യുദ്ധാനന്തരം ഇറാൻ അന്വേഷിക്കുന്ന ഏറ്റവും സുപ്രധാനമായൊരു ഇൻ്റലിജൻസ് വിവരം വളരെ കൗതുകമുള്ള കാര്യമാണ്. ഒരു നിർണായകമായ വിവരം നിർണായക സമയത്ത് ചോർത്തിക്കൊടുത്തത് ആരാണ്? ഇത്രയും തന്ത്രപ്രധാനമായ സ്ഥലത്ത് യുദ്ധത്തിൻ്റെ 3-ാം ദിവസം രാജ്യത്തിൻ്റെ പ്രസിഡന്റ് ഇരിക്കുന്നു, ജുഡീഷ്യറിയുടെ മേധാവി ഇരിക്കുന്നു, സെക്യൂരിറ്റിയുടെ മേധാവി ഇരിക്കുന്നു. ഇവർ 3 പേരും അവർക്ക് വേണ്ട ഉദ്യോഗസ്ഥരുമൊക്കെ ഇരിക്കുന്നൊരു ബിൽഡിംഗ്. പൊതുവെ അതിന് പറയുക ഷഹരിഖ് ഇ ഗർബ് എന്നാണ്. എന്ന് വെച്ചാൽ പടിഞ്ഞാറൻ മാതൃകയുള്ള ഒരു ടൗൺഷിപ്പ്. അതിലേത് ബിൽഡിങ്ങിലാണ്? ഒരുപാട് പുതിയ വില്ലകളും ഒരുപാട് ആധുനിക സൗകര്യങ്ങളുമുള്ള ഇറാൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ടൗൺഷിപ്പാണ്. പക്ഷേ ഇതിൽ ഏത് ബിൽഡിങ്ങിലാണ് ഇപ്പോൾ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാനും അതുപോലെ ജുഡീഷ്യറി മേധാവിയും സെക്യൂരിറ്റി മേധാവിയും ഇരിക്കുന്നത് എന്ന കാര്യം എങ്ങനെയാണ് ഇസ്രയേൽ അറിഞ്ഞത്? സമയം മുൻകൂട്ടി പറഞ്ഞിരുന്നില്ല. ഈ 3 നേതാക്കന്മാർക്ക് മാത്രമേ അറിയാമായിരുന്നുള്ളൂ. അവരും പരിവാരങ്ങളും വന്നങ്ങോട്ട് യോഗം തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ബിൽഡിങ്ങിന് 6 വാതിലുകളുണ്ട്. 6 വാതിലുകളിലായി 6 മിസൈലുകൾ വന്ന് വീണിട്ട് പണ്ട് ഹിസ്ബുള്ളയുടെ നേതാവിനെ കഴിഞ്ഞ വർഷം കൊന്നതുപോലെ, അതായത് ഒരു എയർ ഫ്ലോ കംപ്ലീറ്റ് ആയിട്ട് അടയ്ക്കുക, അതിനുവേണ്ടിയുള്ള ശ്രമമാണ് 1-ാം ഘട്ടം. പിന്നെ അങ്ങോട്ടൊരു എയർ ഉണ്ടാവരുത്, ശ്വാസം മുട്ടി മരിക്കേണ്ട സാഹചര്യം ഉണ്ടാവും. അങ്ങനെ 6 വാതിലുകളും 6 മിസൈലുകൾ കൊണ്ട് അതിനെ തകർത്തിട്ടു. പിന്നെ എയർ ഫ്ലോ ഉണ്ടാവില്ല. എന്നിട്ട് ആ ബിൽഡിംഗ് മൊത്തത്തിൽ നശിപ്പിച്ചിട്ട് പ്രസിഡന്റിനെ വകവരുത്തുക എന്ന ലക്ഷ്യമായിരുന്നു ഇസ്രയേൽ. പക്ഷേ ആരാണ് ഈ സമയത്ത് അവരുടെ ഉണ്ടെന്നുള്ള വിവരം ചോർത്തിക്കൊടുത്തതെന്ന് അന്വേഷിക്കുമ്പോൾ ഇതുവരെ ഒരു തുമ്പും കിട്ടിയിട്ടില്ല. ഏറ്റവും പ്രാധാന്യത്തിൽ യുദ്ധാനന്തരം ഇറാൻ അന്വേഷിക്കുന്ന കാര്യം ആരൊക്കെയാണ് ഇസ്രയേലിൻ്റെ വിവരം ചോർത്തിക്കൊടുത്തത്. പക്ഷേ അവിടെ സംഭവിച്ചിരിക്കുന്ന ഇസ്രായേൽ മനസ്സിലാക്കാത്തൊരു കാര്യമുണ്ടായിരുന്നു എന്ന് നിരീക്ഷകർ പറയുന്നു, ഇറാനും പറയുന്നു. ഞങ്ങളിരിക്കുന്ന ബിൽഡിങ്ങിൽ മറ്റാർക്കും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്ത ചില പ്രത്യേക വാതിലുകൾ ഉണ്ടാവും. അതിങ്ങനെ തുറന്ന് രക്ഷപ്പെടാൻ പറ്റും. ആ പോയ കൂട്ടത്തിൽ ഇലക്ട്രിസിറ്റി തീരെ ഇല്ലായിരുന്നു, പവറെല്ലാം ഇരുട്ടാണ്. ആ കൂട്ടത്തിൽ പ്രസിഡൻറ്റിൻ്റെ കാലൊന്ന് മുറിഞ്ഞു എന്ന കാര്യം പോലും ഇപ്പോൾ ഇറാൻ്റെ വാർത്താ ഏജൻസികൾ പുറത്തുവിടുകയാണ്. മറ്റ് 2 ഉദ്യോഗസ്ഥർക്കും ചില്ലറ പരിക്കുകളൊക്കെ ഉണ്ടായി. എങ്കിലും അവർ സുരക്ഷിതമായി ആ ബിൽഡിങ്ങിൽ നിന്ന് പുറത്തു കടന്നു. ആ ബിൽഡിംഗ് ഏതാണ്ട് ഒരിക്കലും പ്രവർത്തിപ്പിക്കാൻ പറ്റാത്ത വിധം പ്രശ്നത്തിലായി. എന്നിട്ടും ഈ ഉദ്യോഗസ്ഥരും അവിടെ ഇരുന്ന് ഒരാളും മരിക്കാതെ എല്ലാവരും രക്ഷപ്പെടുകയും ചെയ്തു. എങ്കിലും ഇറാൻ്റെ മനസ്സിലെ മുറിവായി ചോർത്തിക്കൊടുത്ത ആ ചാരന്മാർ ആരൊക്കെയാണ്? ഇൻ്റലിജൻസിന് എന്തെങ്കിലും വീഴ്ച ഇക്കാര്യത്തിൽ പറ്റിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എങ്ങനെ കണ്ടുപിടിച്ച് എന്ത് നടപടിയെടുക്കണം? മാത്രമല്ല പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാമിനിയെ വകവരുത്താൻ പോലും ഇതുപോലെ ഇസ്രയേൽ അന്വേഷിച്ചിരുന്നെന്നും, എന്നാൽ ഒരെത്തും പിടിയും കിട്ടിയിട്ടില്ല അദ്ദേഹം എവിടെയാണ് എന്നുള്ളതിനെക്കുറിച്ച്, എവിടെ മാറി നിൽക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഒന്നും അറിയാത്ത സാഹചര്യത്തിൽ ആ ഉദ്യമം ഇസ്രയേൽ അവസാനിപ്പിച്ചു എന്നാണ് പറയുന്നത്. പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്, അമേരിക്കയുടെ ഉന്നത വൃത്തങ്ങളുമായി സംസാരിക്കവേ പറഞ്ഞത്, ഇങ്ങനെ ഇസ്രയേൽ ഞങ്ങളെ കൊല്ലാൻ വേണ്ടി നോക്കി, പക്ഷേ അവർ പരാജയപ്പെട്ടു എന്ന കാര്യം ഒന്ന് അറിയിച്ചേക്കണം. അങ്ങനെയൊന്നും ഞങ്ങളെ വകവരുത്താൻ, ഞങ്ങളുടെ സങ്കേതങ്ങൾ കണ്ടുപിടിച്ചിട്ട് കൊല്ലാൻ പറ്റുന്ന വിധത്തിലല്ല ഞങ്ങളുടെ ശക്തി എന്ന കാര്യം ഒന്ന് പറഞ്ഞേക്കണം എന്ന് അമേരിക്കയുടെ ഉന്നത നേതാക്കന്മാരോട് ഈ പ്രസിഡന്റ് തന്നെ നേരിട്ട് പറഞ്ഞതായും ഇപ്പോൾ റിപ്പോർട്ടുകൾ വരികയാണ്.